ഹലോ ഗൈസ്. അപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ അമ്പലത്തിൻ്റെ ഉത്സവം അങ്ങനെ എന്തോ ആണ്. ഞാനിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. അപ്പോൾ ഇവിടെ കർണാടകയിലുള്ള ആൾക്കാർക്ക് എന്തോ ശ്രാവൺ മന്ത അങ്ങനെ എന്തോ ആണ്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്സവമാണ്. അപ്പോൾ നമുക്ക് ബിരിയാണിയിലേക്ക് വരാം. ബിരിയാണി എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ബാംഗ്ലൂരാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ബിടെക് കഴിഞ്ഞ് കോഴ്സ് പഠിക്കാൻ വേണ്ടിയാണ് ബാംഗ്ലൂർ വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവളാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാൻ അവളെ കൂടെ സഹായിച്ച് വീഡിയോ എടുക്കുന്നു. അങ്ങനെ ബിരിയാണി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ വ്ളോഗിങ് തുടങ്ങണമെന്ന് പണ്ടേ വിചാരിക്കുന്നതായിരുന്നു. അങ്ങനെ ഞാൻ വരം വർഷയുടെ വീഡിയോ ബിരിയാണി കുക്കർ ബിരിയാണി വീഡിയോ കണ്ടിട്ടാണ് ഇത് പഠിക്കുന്നത്. അങ്ങനെ തൈരൊക്കെ ഒഴിച്ചു, ബിരിയാണി ചിക്കൻ ഇട്ടു, അരി ഇട്ടു, അത് കഴിഞ്ഞ് അരിക്ക് വേണ്ടത്ര വെള്ളം നമ്മൾ ഒഴിച്ചു. അങ്ങനെയൊക്കെ ചെയ്ത് അതിനുശേഷം നമ്മളിത് ഉണ്ടാക്കുന്നത് തന്നെ 3 മണി ആ സമയമായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ട്. 3 മണി, നമുക്ക് 1 മണിയാകുമ്പോൾ നമ്മൾ ഈ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബിരിയാണി ആക്കിയാലോ. അപ്പോൾ ആ സമയത്ത് വിശന്നുകൊണ്ട് നമ്മൾ കുറച്ച് മാങ്ങ തിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ബിരിയാണി റെഡിയായി. അപ്പോൾ നമ്മൾ ബിരിയാണി തുറക്കാൻ പോകണം. ആ മുഹൂർത്തം എത്തിയിരിക്കുകയാണ് ഗൈസ്. ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് ദാറ്റ് ബിരിയാണി. അപ്പോൾ ബിരിയാണി ഇങ്ങനെയൊന്നും ഇല്ലെങ്കിലും കുറച്ച് അടിയിൽ കരിഞ്ഞിട്ട് അരിയായത് നിങ്ങളെ കാണിച്ചില്ല. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിക്കൻ അച്ചാറായിരുന്നു അത്. പെട്ടെന്ന് ഒരു തൈര് ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കട്ടെ. ബാക്കി നാളെ വീഡിയോയിൽ കാണാം.